കപ്പ വേവിച്ചത് മീൻ കഴിക്കാം. ഹായ് ഹലോ നമസ്കാരം ഗൈസ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇതൊരു പുതിയൊരു ചാനലാണ് സുബിൻ സൂര്യ വ്ളോഗ്സ്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഈ വരാൻ പോകുന്നത്. ഒരു കുക്കിംഗ് വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഗൈസ്, നമുക്ക് ഒരു സാധനവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മീനും നോക്കും. നമ്മൾ മീൻ നോക്കുന്നത് മത്തിയോ ഇല്ല ചൂരയാണ്. ഏതാ കിട്ടാൻ നോക്കാം. അതിനനുസരിച്ച് നമുക്ക് മേടിച്ചിട്ട് കൂട്ടുക. അപ്പോൾ സാധനം എല്ലാം റെഡിയാക്കുമ്പോൾ നമ്മൾ മീനും കാര്യങ്ങളൊക്കെ കഴിയുന്നു. നമുക്ക് കപ്പയും കാര്യങ്ങളും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ച് സെറ്റാക്കിയിട്ട് കാണാം. നമ്മൾ കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കപ്പ കഴുകുകയാണ്. 3-4 വെള്ളത്തിൽ ഇപ്പോൾ കഴുകി. സോ ഗൈസ്, കപ്പയും ചുരുക്കറിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ സാധനവും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ കുക്കിങ്ങിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി നിങ്ങളെ സാധനങ്ങളെല്ലാം നമ്മൾ കാണിക്കാനാണ്. കപ്പ, ചൂര, കറിവേപ്പില, ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളി, കുനുകുനാന്നരിഞ്ഞ ഇഞ്ചി, ഒരു പച്ചമുളക്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ. കപ്പ വേവിക്കാനാണ് കേസ് പോകുന്നത്. ഞാനുണ്ട് മാതാജിയും. കപ്പ വേവിച്ചത് മീൻകറി അത് ചൂരക്കറിയാണ്. അത് ഞങ്ങൾ മീൻ വെക്കാൻ പോവുകയാണ്. അടുക്കളയിലേക്ക് പോകാം. ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്, ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ചൂടാൻ വെച്ചേക്കുവാണ്. ഇച്ചിരി എണ്ണ ഒഴിക്കുക. ചട്ടി ചൂടായി വന്നു, എണ്ണ ഒഴിക്കുകയാണ്. കടുക് ഇടാൻ പോവുകയാണ്. അയ്യോ സോറി, നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്. ഇത് വരണ്ടി വരുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യേണ്ടത്? മുളക് പൊടി, മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചൂതാപ്പൊടിയും ഇടും. പിന്നെ സ്വല്പം മല്ലിപ്പൊടിയും കൂടെ ഇടും. നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. ഇത് എരിവുള്ള മുളക് പൊടിയല്ലേ? എരിവുള്ളതാണ്. അതുകൊണ്ട് എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇടും. എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇത് മല്ലിപ്പൊടിയല്ലേ? മല്ലിപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ അളവിനാണ്. അളവിന് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം എടുക്കുന്നതിൻ്റെ അനുസരിച്ച് ഇട്ടോണം. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ഇട്ടേക്കുന്നത്. ഇച്ചിരി ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കാം. ഇച്ചിരി കറിവേപ്പില, കുറച്ച് കറിവേപ്പിലും കൂടെ അതിനെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കാൻ പോകുന്നത് ഇതൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീൻ പറിച്ച് വെക്കണം. ഓക്കെ. അടുപ്പ് തിളയ്ക്കാനായിട്ട് വെച്ചേക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മീൻ വെട്ടി കഴുകി വെച്ചേക്കുന്നത് ഇതിലേക്ക് ഇടാവുന്നതാണ്. പിന്നെ ഒന്നുകൂടെ നമ്മൾ പറയുകയാണ്, നമ്മുടെ ആദ്യമായിട്ട് ഞാനും മാതാജി എടുക്കുന്നൊരു വീഡിയോ ആണ്. അതിനകത്തുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ കാണും. നമ്മൾ അടുത്ത വരുന്ന വീഡിയോയിൽ എല്ലാം സെറ്റാക്കി പോകുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മൾ അടുപ്പ് വെച്ച് അരപ്പ് തെളിച്ചിട്ടുണ്ട്. ഇനി മീനെല്ലാം അരിഞ്ഞ് വെച്ച് ഇതിനകത്തോട്ട് ഇറക്കി ഇടാൻ പോവാണ്. മീനിടുക. ചൂരയാണ് തിളച്ച് ഞാൻ ഇട്ട് ഇറക്കി കൊടുക്കാം. ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഇനി മീൻ കറിയിലോട്ട് ഇടാൻ പോവാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് കുറച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനവിടെ കിടന്ന് വേകട്ടെ. ഇത് നമ്മൾ അടച്ച് വെക്കുകയാണ്. വേകട്ടെ. കാര്യങ്ങളൊക്കെ നമ്മൾ അടുപ്പി വെച്ചിട്ടുണ്ട്. വേകാൻ വേണ്ടി നമ്മൾ മൂടി വെച്ചേക്കാം. കഴുകി അടുപ്പിലോട്ട് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിനി കപ്പയ്ക്ക് വേണ്ടിയുള്ള അരപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. കപ്പ വേവിക്കാനുള്ള തേങ്ങ തിരുമ്മി വെച്ച് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ അരയ്ക്കാനായിട്ട് എടുക്കുകയാണ്. 2 കഷ്ണം വെളുത്തുള്ളി, മഞ്ഞൾ, കുറച്ച് മഞ്ഞൾ, എന്തുവാ
ഇച്ചിരി ജീരകം, കുറച്ച് ജീരകം, ഒരു പച്ചമുളക്. എന്നുവെച്ചാൽ മീൻകറി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് നല്ല എരിവാകും. ഒരു പച്ചമുളക്, കുറച്ച് തേങ്ങ, ആവശ്യത്തിനുള്ള തേങ്ങ. ഇപ്പം നമ്മൾ ഇട്ടേക്കുന്ന വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, ഇപ്പം തേങ്ങ, ഇതെല്ലാം ഇട്ട് നമുക്ക് പിന്നെ അരച്ചെടുക്കാം. തേങ്ങ അരച്ച് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി കപ്പ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്യാനാണ്. കറി വെന്തിട്ടുണ്ട് ഗൈസ്. കറിയും കാര്യങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. കറിയായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. കപ്പ വെന്തു, വെള്ളവും കാര്യങ്ങളൊക്കെ ഊറ്റി കളഞ്ഞു. ഇതിനടുത്ത് അരപ്പിടാൻ പോകും. കപ്പയും കാര്യങ്ങളൊക്കെ നല്ലപോലെ വെന്തിരിക്കുകയാണ്. അടുത്ത് നമ്മളിനി അരപ്പിടാൻ പോവുകയാണ്. സോ ഗൈസ്, അരപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഇളക്കുകയാണ്. അതൊന്ന് ഇളക്കി സെറ്റാക്കുകയാണ്. കഴിഞ്ഞു. കറിവേപ്പില ഇട്ടാക്കാം. അടച്ചു വെക്കാം. ഇനി കുറച്ച് നേരം അടച്ച് വെക്കാം. എത്ര നേരം വെക്കണം? 2 മിനിറ്റ്. ഒരു 2 മിനിറ്റ് നമുക്കിനി അടച്ച് വെക്കാം. കപ്പയും കാര്യങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് കപ്പ എടുത്ത് പാത്രത്തിലേക്ക് ഇടുക. കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മീൻ കറിയും കൂടെ. ഇത് നമ്മൾ എന്താ പറ്റിച്ചെടുത്തേക്കുന്നത് അല്ലേ? എല്ലാവർക്കും ഇതാണ് ഇവിടെ ഇഷ്ടം. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് ഗൈസ്. ഇപ്പോൾ അടുപ്പിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. നല്ല മീൻ കറി കപ്പയാണ്. ഒരു പീസ് നമുക്കിങ്ങനെ എടുത്ത് കുറച്ച് ഇങ്ങോട്ട് എടുക്കാം. അതിൻ്റെ അടുത്ത് കുറച്ച് കപ്പയ്ക്കകത്ത് ഇങ്ങനെ ഇളക്കി കുറച്ച് ചാറൂടെ കൂട്ടി നോക്കാം, തിന്ന് നോക്കാം. കൊള്ളാം ഗൈസ്, കൊള്ളാം. കുറച്ച് എരിവുണ്ട്. എരിവുള്ള മുളക് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും കൊള്ളാം. ടേസ്റ്റ് വൈസ് ഓക്കെ. കുറച്ച് എരിവ് കൂടുതലാണെന്നുള്ളത്. കുറച്ച് കപ്പ ഇങ്ങോട്ട് എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മീൻ കഷ്ണം ഇങ്ങനെ പൊളിച്ചിടണം. അതിങ്ങനെ ചാറിനകത്ത് ഇങ്ങനെ ഇട്ട് ഇളക്കി നല്ല ചൂടുണ്ട് കേട്ടോ. അടുപ്പിന് എടുത്തിട്ട് ഇതിങ്ങനെ കഴിക്കാം. കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ എല്ലാവരും വീഡിയോയും കാര്യങ്ങളും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.